ദിസ് ഇസ് കോക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യ വീഡിയോ ചെയ്ത സമയത്ത് വളരെ കുറച്ച് പേരുടെ പേരുകൾ മാത്രമേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ചവറ് പോലെ ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത്. ഇതിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി അടുത്തറിയുന്ന ആളുകൾക്ക് യാതൊരു അത്ഭുതവും തോന്നാനിടയില്ല. ഓരോ ആളുകളുടെ പേര് വരുമ്പോഴും സാധാരണക്കാരൻ ഞെട്ടുകയാണ്. ഇങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യാത്ത ആളുകളുടെ എണ്ണം എടുക്കുന്നതായിരിക്കും ഈസി. അത്രയും ഗ്രോസാണ് വർഷങ്ങളായിട്ട് ഈ മോളിവുഡിൽ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മോളിവുഡിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. പക്ഷേ ഫോർ ദ ടൈം ബീങ് മോളിവുഡ് എടുക്കുകയാണെങ്കിൽ അപ്പോഴിപ്പോൾ പുറത്തു വന്ന ആളുകളുടെ പേരുകൾ കാണുമ്പോൾ ജനങ്ങൾ ഞെട്ടുകയാണ്. ഇങ്ങനെയായിരുന്നു ഇയാൾ, ഇങ്ങനെയായിരുന്നു ആ സ്ത്രീ എന്നൊക്കെ ഞെട്ടുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്ക്രീനിൽ കാണുന്ന സിനിമ എന്ന് പറഞ്ഞ അത്ഭുത ലോകത്ത് ജീവിക്കുന്ന താരങ്ങൾ. ഒരു ഉദ്ഘാടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ലീവ് എടുത്ത് പണിക്ക് പോകാതെ രാവിലെ മുതൽ മണിക്കൂറുകൾ കുത്തിയിരുന്ന് ആർപ്പ് വിളിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അത്ഭുതം തോന്നും. പക്ഷേ വർഷങ്ങളായിട്ട് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അടുത്ത ആളെ പേര് വന്നില്ലേ എന്ന തോന്നൽ മാത്രം ഉണ്ടാവുക. ഇതൊരു മൈൽ സ്റ്റോണായിട്ട് മാറുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു മൈൽ സ്റ്റോണായിട്ട് മാറുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഫ്യൂഡൽ മാടമ്പികൾക്ക് ഈ ഹൈറാർക്കിക്കകത്ത് സുഖിച്ചിരുന്ന് ജീവിച്ച് പണക്കൊഴുപ്പിൽ, പവറിൽ, മാഫിയ സെറ്റപ്പിൽ സ്ത്രീകളെ യൂസ് ചെയ്ത്, സ്ത്രീകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, പുരുഷന്മാരെ യൂസ് ചെയ്ത് സുഖിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും. പിന്നെ ഓഫ് കോഴ്സ് WCCയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ WCCക്ക് അകത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഇത്തരക്കാർ തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ രേവതി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ വന്നിരിക്കുന്ന ആരോപണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ് ഗായിക സുജി പറഞ്ഞിരിക്കുന്ന റീമ കരിങ്ങലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആഷിക പൂവിനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതര സെറ്റപ്പാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മറ്റൊരു തൊഴിലിടം പോലെയല്ല. ഇപ്പോൾ വേറൊരു ഗവൺമെൻറ് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ മറ്റൊരു തൊഴിലിടം പോലെയല്ല. ഇത് നമ്മളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ, ഒരു ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ മാസങ്ങളോളം ഒരുമിച്ച് കുറേ ആളുകൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, ഒരേ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള സമയത്ത് അതും വളരെ ലിബറലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഒത്തുവരുമ്പോൾ അങ്ങനെയാണ് കയറിപ്പിടിക്കുന്നത്. ഇത് പല ആളുകളും പുറത്ത് പറഞ്ഞിരുന്നില്ലെന്ന് മാത്രം. കയറിപ്പിടിക്കുന്നത് മാത്രമല്ല, ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് സിദ്ദിഖിനെതിരെ വന്നിട്ടുള്ള ആരോപണം. അപ്പോൾ പല കാര്യങ്ങളും, ഇപ്പം രഞ്ജിത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണം, അതാ ഞാൻ പറഞ്ഞത്, അതിൽ ജെൻഡർ ബയസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. പുരുഷന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർക്കെല്ലാം ഒരു ധൈര്യമായിരുന്നു. ഇതൊന്നും ആരും പുറത്ത് പറയില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഒരു വിഷയം ഒരാൾ ഒറ്റയ്ക്ക് ഉയർത്തുന്ന സമയത്ത് അയാൾ ഒറ്റപ്പെടുത്തിക്കളയും. ഇതിൽ വന്നിട്ടുള്ള മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണം മുൻപേ വന്നിട്ടുള്ളതാണ്. ഇതിൽ പല നടന്മാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണം മുൻപേ വന്നിട്ടുള്ളതാണ്. അന്ന് വന്ന സമയത്ത് മാധ്യമങ്ങൾ ഇതിന് അറ്റൻഷൻ കൊടുത്തില്ല. അല്ലെ, പറഞ്ഞ ആ സ്ത്രീയുടെ അടിയിൽ പോയിട്ട് അവരെ വെർബൽ റേപ്പ് ചെയ്യാൻ, അവരെ വെർബൽ അബ്യൂസ് ചെയ്യാനാണ് പബ്ലിക്കിന് ഉൾപ്പെടെ താല്പര്യം. ഇതിങ്ങനെ ഒരു മോബ് സൈക്കോളജി മൊത്തമായിട്ട് മാറി സിനിമാക്കാർ മൊത്തം നാറികളാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത്, പൊതുജനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ കൂട്ടരാജി 1 by 1 ആയിട്ട് രാജിവെച്ച് കണ്ടം വഴി ഓടുകയാണ്. സിദ്ദിഖിൽ ഓടി, ലാലേട്ടൻ ഓടി, പിന്നെ മമ്മൂക്ക പിന്നെ ഭയങ്കര പ്രിവിലേജ്ഡ് ആണല്ലോ. പുള്ളിക്ക് ഈ പറഞ്ഞ ഈ ലെഫ്റ്റ് ഇതിൻ്റെ ആ ഒരു പുരോഗമനം, ഒരു സ്യൂഡോ സെറ്റപ്പിലാണല്ലോ പുള്ളി ജീവിക്കുന്നത്. അപ്പോൾ പുള്ളി ഓൾറെഡി ഇതിൻ്റെ ഭാരവാഹി ഇരുന്നിട്ടുമില്ല, കറൻ്റ്ലി ഭാരവാഹി ഇരുന്നിട്ടുമില്ല. അപ്പോൾ പുള്ളിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഇല്ല. ഇതിലേറ്റവും കൂടുതൽ ഡാമേജ്ഡ് ആയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനം ഉൾപ്പെടെ ലാലേട്ടനാണ്. ലാലേട്ടൻ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണാം, എനിക്ക് ഉത്തരമില്ല. ഉത്തരം കാണൂലേ? എന്താ പറയേണ്ടതിനകത്ത്? കാരണം കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ കാണിച്ചിട്ടുള്ള തോന്നിവാസങ്ങൾ, അതിക്രമണങ്ങൾ പുറത്തു വരികയാണ്. അതിനെന്ത് പറയാൻ, ലാലേട്ടൻ എന്ത് പറയാനാണ്? പുള്ളി ആ സമയത്ത് പുള്ളി ഇതിൻ്റെ ഭാരവാഹിയായിരുന്നു. അതിൻ്റെ പേരിൽ ഈ ആൾക്കാർ മൊത്തം അദ്ദേഹം കാണിച്ചതിനെ കുറിച്ചല്ലേ അദ്ദേഹത്തിന് പറയാൻ പറ്റും. അത് തന്നെയാണ് പുള്ളിക്ക് ഇതൊന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പോലെ പറയാൻ അറിയില്ല. അതിൻ്റെ കുഴപ്പമാണ്. പൃഥ്വിരാജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആർക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ അവരർഹിക്കുന്ന ഏതൊക്കെ തരത്തിൽ ബാധിക്കപ്പെടണോ ആ തരത്തിൽ തന്നെ ബാധിക്കപ്പെടണം. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞത് തന്നെയാണ്. നമ്മളെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ,
അറിയുന്നല്ലേ ഇതിൽ ഈ അറിയുന്ന ആൾക്കാർക്ക് ഇതിനാണ് ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ല ആയിരുന്നില്ല പറയേണ്ടിരുന്നത്. ആരോപണം വന്നിട്ടുള്ള അല്ലെങ്കിൽ കേസ് എടുക്കപ്പെടുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ തീരുമായിരുന്നു. പുള്ളിക്ക് അറിയില്ല എങ്ങനെ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതല്ല, അതിലപ്പുറത്തേക്കും പുള്ളിക്ക് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം. പക്ഷേ പുള്ളി അതിൻ്റെ പേരിൽ ഒരുപാട് വേട്ടയാടുന്നത്. പുള്ളി മാത്രമാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഇപ്പം ബാക്കിയുള്ള ആളൊക്കെ മുകേഷൊക്കെ എപ്പോഴും വൈത്താൾ അടിച്ച് നടന്നുകൊണ്ടിരിക്കും. ഏത് ആരോപണം വന്നിട്ടുള്ള ആൾ. മുകേഷിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു കാണല്ലോ, മറ്റേ രാധിക ശരത്കുമാർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പുറം രാത്രി ഭയങ്കര ബഹളം പോലും. അപ്പോൾ അതിന് ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് മുകേഷ് അപ്പുറം മറ്റേ മാന്യദേഹം സിദ്ധിക്കിയിരിക്കുന്നുണ്ട്. എന്ത് പറയണം, എന്താ കോമഡി ടൈം ഇതാ കോമഡി ടൈം. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി ഇവർ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു തൊഴിലിടത്തിൽ വഴങ്ങാതെ അല്ലെങ്കിൽ ആരാണ് തൊഴിലുടമയുടെ ഇംഗിതത്തിന് വഴങ്ങാതെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിന്ന് കൊടുക്കാതെ തൊഴിലെടുക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വളരെ മോശം സാഹചര്യം തന്നെയാണ്. പക്ഷേ സിനിമയിൽ അങ്ങനെ സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം വ്യക്തമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊരു ഹൈറാർക്കിയുടെ പ്രശ്നമാണ്. പണം മുടക്കുന്ന ആളുകളുടെ പോളിസി എന്താണോ, അവരുടെ ഇൻറ്റൻഷൻ എന്താണോ അതിനനുസരിച്ച് ആളുകൾ ജോലി എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു സ്ഥാപനം തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ പിടിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അംഗീകാരത്തിനനുസരിച്ച് ആളുകൾ വർക്ക് ചെയ്താൽ മതി. പക്ഷേ സ്ഥാപനത്തിലാവുന്ന സമയത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്തരം സാഹചര്യം, അതാണ് നേരത്തെ പറഞ്ഞ സാഹചര്യം. ഇത്തരത്തിൽ വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യം ഒരു നോർമലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനില്ല. പക്ഷേ സിനിമ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന സമയത്ത് ഇവർക്ക് അതിനുള്ള വലിയ സാധ്യതയാണ്. അവിടെ വരുന്ന ആളുകളെ യൂസ് ചെയ്യുക എന്നുള്ള തരത്തിൽ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ആണ് ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഇതിനി കുറച്ച് ദിവസം കൂടെ കാണും മാധ്യമങ്ങൾ. പക്ഷേ എല്ലാവരും നല്ലോണം പേടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറയും ഈ മാസ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഒറ്റയും തെറ്റയായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും പറയാൻ പോലില്ല. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞിട്ട് ഇതൊരു മോബ് സൈക്കോളജിയാണ്. ബസ്സിൻ്റെ ഷട്ടർ ഒരാൾ താഴ്ത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് താഴ്ത്തുന്ന പോലെ ഒരാൾ പറയുന്ന സമയത്ത് എല്ലാവരും പറയും. അങ്ങനെയാണ് എല്ലാവരും. അതിൽ എത്രത്തോളം ശരിയുണ്ട് പല ആളുകളും പറഞ്ഞ് ചിലപ്പോൾ ഫാൾസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആയിരിക്കാം. എന്നിരുന്നാൽ കൂടെ ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല എന്ന് നെഞ്ചിൽ തൊട്ട് ഒരാൾക്കും മലയാള സിനിമയ്ക്കകത്ത് നിന്നുകൊണ്ട് പറയാൻ കഴിയില്ല. ആരും പറഞ്ഞിട്ടുമില്ല. എല്ലാവരും പറയുന്നത് ആരോപണം വന്നിട്ടുള്ളവർ, തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾ മാക്സിമം ഇതിനെ പിന്നെ ന്യൂസ് കൊടുത്ത് ന്യൂസ് വാല്യൂ ഉണ്ടാക്കി. അപ്പോൾ ജേട്ടനൊക്കെ പുറത്ത് അമേരിക്കയിലും കത്തനാരുടെ. അപ്പോൾ ഇവരൊക്കെ ഈ ജയസൂര്യയൊക്കെ ചാനലിൽ വന്നിരുന്ന സംസാരം കേൾക്കണം. എൻ്റെ പൊന്നോ, നന്മ മേരം ഇങ്ങനെ നന്മ ഒഴുകുക. എന്നിട്ടോ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി എന്തൊക്കെയാണ്? പല ആൾക്കാരും കൺഫസ് ചെയ്യുന്നു. ഒരാളാണെങ്കിൽ നമുക്ക് പറയാം, പല ആൾക്കാരും ഒരാളെക്കുറിച്ച് ചുമ്മാ ഒന്നും കൺഫസ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് മലയാള സിനിമയുടെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ. ഇനി ഈ താരത്തിളക്കം മറ്റേ ഇപ്പോൾ സിനിമാക്കാർ പറഞ്ഞാലും മറ്റ് തൊഴിലിടങ്ങളിലെ ആളുകളെ പോലെ തന്നെ അവർ ജോലി ചെയ്യുന്നു, നമ്മളത് കാണുന്നു, നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നു, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയിപ്പോൾ നാളെ ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്ന സമയത്ത് ആലോചിക്കും, ഇന്ന നടിയോട് ഞാൻ ഇന്ന പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ മറ്റന്നാൾ അവരത് വിളിച്ച് പറയൂ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും കാണും. ഇത്രയും നാൾ അതുണ്ടായില്ല. അതാണ് ഈ കമ്മിറ്റി കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൊണ്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും നാൾ ഇതൊന്നും ആരും പറയില്ല, പറഞ്ഞാൽ അവരെ ഒതുക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടി. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി നിന്നിരുന്ന WCC പോലുള്ള സംഘടനയുള്ള ആളുകളും വ്യത്യസ്തരല്ല. അവരും ഈ ഒരു വലിയ സെറ്റപ്പിൻ്റെ ഭാഗമായിരുന്നു. ഈ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് അത് അമ്മ WCC ഇതൊന്നുമല്ല. ഈ വലിയൊരു ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നുള്ള ഒരേ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. എക്സെപ്ഷണലായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, പക്ഷേ ബഹുഭൂരിപക്ഷം ഇങ്ങനെയല്ലാന്ന് ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു. കഴിവുള്ള ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിഷൻ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നു. അവരെ അഭിനയിപ്പിക്കണോ വേണ്ടയോ തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം ഈ ഹൈറാർക്കിയിലുള്ള ആളുകൾക്കുണ്ട്. പ്രൊഡ്യൂസർക്കുണ്ട്, ഡയറക്ടർക്കുണ്ട്, കാസ്റ്റിംഗ് ഡയറക്ടർക്കുണ്ട്, ഈവൻ ഇതിൽ അഭിനയിക്കുന്ന വലിയ സ്റ്റാർസിനുണ്ട്. അതൊന്നും പാടില്ല. കഴിവുള്ള ആളുകളെ ഈ PSC എഴുതിയിട്ട് കയറ്റി വിടും പോലെ മെറിറ്റ് നോക്കിയിട്ട് അവസരം കൊടുക്കണം. അങ്ങനെ അവസരം കൊടുക്കാതിരിക്കുന്നത് മഹാഭാവമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത് ടാക്കിൾ ചെയ്ത് അവർ ശിക്ഷിപ്പെടേണ്ടതുണ്ട്. പക്ഷേ അതിന് ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എതിർത്തുകൊണ്ട് അതിനെ നിയമപരമായിട്ട് നേരിടാനും മാധ്യമങ്ങൾ വഴി പുറംലോകത്തെ അറിയിക്കാനുള്ള ബാധ്യത ഓരോ
പിന്നെ അഭിനേതാവിനും ഇത്തരത്തിൽ അഭിനയിക്കാൻ പോകുന്ന അഭിനേതാവ് മാത്രമല്ല ഏത് ടെക്നീഷ്യൻസ് ആയി കഴിഞ്ഞാലും അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പോകാൻ ആരായി കഴിഞ്ഞാലും നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അല്ലാതെ അതും കേട്ട് മടങ്ങി പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം സാഹചര്യങ്ങൾ ഇനി മാറേണ്ടതായിട്ടുണ്ട്. അത്ര അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നേരിടേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ ഈ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ഓക്കെ ഞാൻ കിടന്നു തരാം അല്ലെങ്കിൽ ഞാൻ കുനിഞ്ഞു തരാം എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഒരാൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമത്തിനും ചെയ്യാൻ പറ്റില്ല, നമുക്കും ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കിനും മീഡിയയ്ക്കും ഒന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പറയാനും പറ്റില്ല. പക്ഷേ അങ്ങനെ ഇനി നടക്കുമ്പോഴേ ഒരു പേടി കാണും, നാളെ തിരിഞ്ഞ് കൊത്തുമോ എന്നുള്ള പേടി കാണും. ആളുകൾ ഇപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു തൊഴിലിടം പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് ഒരാൾക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അത് തെറ്റായാലും ശരിയായാലും അങ്ങനെ ആരും വഴങ്ങാതിരുന്നാൽ മാത്രമേ അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. ഇപ്പം ഞാനതിന് വഴങ്ങുന്നില്ല, വേറെ ഒരുത്തൻ വഴങ്ങാൻ തയ്യാറാണെങ്കിൽ അത് പ്രാക്ടിക്കലി എൻ്റെ ഉദ്ദേശം അവിടെ നടക്കില്ല. ഞാൻ വഴങ്ങാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. വേറെ ഒരുത്തൻ വഴങ്ങിയാൽ അവന് ചാൻസ് കിട്ടി അവൻ കയറിപ്പോവും. അപ്പോൾ അത് മൊത്തത്തിൽ നടപ്പാണെങ്കിൽ ഒരേ രീതിയിൽ എല്ലാവരും മുന്നോട്ട് വരണം. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് എല്ലാവർക്കും പേടി കാണും. പിന്നെ ഇത്തരം ആളുകളുടെ രഞ്ജിത്ത് ഉൾപ്പെടെ, സിദ്ദിഖ് ഉൾപ്പെടെ, രേവതി ഉൾപ്പെടെ പല ആളുകളുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു. ഇനി നാളെ സിനിമയിൽ ഇവരെ കാണുമ്പോൾ, പുറത്ത് വരെ കാണുമ്പോൾ അയ്യേ ഇവരല്ലേ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും കുറേ നാളുകൾക്ക് എങ്കിലും ആളുകളുടെ മനസ്സിലുണ്ട്. പിന്നെ വലിയ സ്റ്റാർസിനെ ഇത് ബാധിക്കാൻ പോകില്ല. ഇപ്പോൾ ലാലേട്ടനെയും മമ്മൂക്കേനെ പോലെ വലിയ സ്റ്റാർസിനെ അവരുടെ പേരിൽ ഒരു ആരോപണം വന്നിട്ടുമില്ല, അവരുടെ സിനിമകളെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കഴിഞ്ഞാൽ പോലെ ഈ ജേഠനെ പോലത്തെ ആളുകളൊക്കെ കാണുമ്പോൾ അയ്യേ നാളെ ഇവർ സിനിമയിൽ കാണിച്ചാൽ പോലും ഒരു പൊതു ഇടത്ത് നിന്ന് ഒരു പബ്ലിക് സ്പേസിൽ ഒരു ഇൻ്റർവ്യൂവിലേക്ക് കഴിഞ്ഞാൽ പോലും ഇരുന്ന് കോണയടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പോ എന്ന് പറയും. അത്രേ ഉള്ളൂ.